അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീമതി ഉമാ തോമസ് ഫെൽ ഫ്രം ഹൈറ്റ്. ലക്കിലി ഷീസ് കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് ട്രോമ. കേരളത്തിൽ ഒരു വർഷം എത്ര ആളുകൾ ഉയരങ്ങളിൽ നിന്ന് വീണ് മരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? 1000 ആളുകളാണ് കേരളത്തിൽ അതിൽ നിന്ന് വീണ് മരിക്കുന്നത്. മോർ ദാൻ 1000 പീപ്പിൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പോലുമില്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നാണ് ഞാൻ ഈ ഡാറ്റ എല്ലാ വർഷവും കളക്ട് ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ ഒരു വർഷം ഡിലേയിലാണ് വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് അവൈലബിൾ ഡാറ്റ ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി 2022 ഓൺലി. പക്ഷേ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അത് പബ്ലിഷ് ചെയ്യണ്ടേ? എന്നാലേ നമുക്ക് നമ്മളുടെ ആളുകൾ ഇത് അറിയുള്ളൂ. ലൈക്ക് ഹൗ മെനി പീപ്പിൾ ആക്ച്വലി നോ ദാറ്റ് സച്ച് എ റിപ്പോർട്ട് എക്സിസ്റ്റ്. കേരളത്തിൽ ഒരു വർഷം 4000-ഓളം ആളുകൾ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നു. അത് മാത്രം നമ്മുടെ പോലീസിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഈ വർഷം ഞാൻ വായിച്ച് 3700 ആളുകൾ മരിച്ചുള്ളൂ. ലക്കിലി ഇറ്റ്സ് വെരി ഗുഡ്. 1500-ഓളം ആളുകൾ മുങ്ങി മരിക്കുന്നു. എഗെയിൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് ഉത്തരവാദിയല്ല. ബിക്കോസ് വേറെ 1000-ഓളം ആളുകളാണ് ഉയരങ്ങളിൽ നിന്ന് വീണ് മരിക്കുന്നത്. റെയിൽവേയിൽ നിന്ന് ട്രെയിനിൽ കയറുമ്പോൾ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ, റെയിൽപാളത്തിൽ കൂടെ നടക്കുമ്പോൾ മരിക്കുന്ന ആളുകളുടെ എണ്ണം 500-ന് മുകളിലാണ്. ഇലക്ട്രോക്യൂട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം 200-ന് മുകളിലാണ്. ഇത് നമ്മൾ ഒരാൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ 10 ആളുകൾക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായിരിക്കണമെന്നും 100 ആളുകൾക്കെങ്കിലും അപകടം പറ്റിയിരിക്കണമെന്നും 1000 അപകടങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഒരു ഹസാർഡ് പിരമിഡ് പറയുന്നത്. അതിൻ്റെ 10 ഇരട്ടി ആളുകൾ അൺസേഫായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാകണം. 10 പേർ അൺസേഫായിട്ട് ബിഹേവ് ചെയ്താലാണ് അതിൽ ഒരെണ്ണം ഒരു ആക്സിഡൻ്റ് ആകുന്നത്. അതിൽ തന്നെ 10-1 ഒരു ഇഞ്ചുറി ഉണ്ടാവുള്ളൂ. അതിൽ 10-1 മാത്രമേ സീരിയസ് ഇഞ്ചുറി ആവുള്ളൂ. അതിലും 10-1 അതിൽ മരണം നടക്കുന്നത്. അപ്പോൾ മരണമല്ല വാസ്തവത്തിൽ ഇത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട അൺസേഫ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. ഇത് 100% പിടിക്കുക. അടുത്ത വർഷം 10,000 മലയാളികൾ അപകടത്തിൽ മരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ണടച്ച് പ്രഡിക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അതിൽ നമ്മൾ പെടാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനമായുള്ള ഉത്തരവാദിത്വം. വളരെ അൺസേഫ് ആയിട്ടുള്ളൊരു കേരളത്തിൽ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് നമ്മളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. കേരളത്തിൽ ഒരു വർഷത്തിൽ 300-നും 350-നും ഇടയ്ക്കാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. കേരളത്തിലെ ഹോമിസൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡും ന്യൂസിലാൻഡൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന സ്റ്റാറ്റിസ്റ്റിക്സാണ്. വളരെ വളരെ കുറവാണ്. അത് വാസ്തവത്തിൽ 1960-കൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് ഹാസ് ആക്ച്വലി കം ഡൗൺ. നമ്മളെപ്പോഴും ക്രൈമുകളൊക്കെ കൂടുന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഹാസ് ആക്ച്വലി ഇംപ്രൂവ്ഡ് ഡ്രമാറ്റിക്കലി. പക്ഷേ നമ്മളൊരു അപകടത്തിൽ മരിക്കാനുള്ള സാധ്യത അതിൻ്റെ 30 ഇരട്ടിയാണ്. പക്ഷേ നമ്മളുടെ ഈ വ്യക്തി സുരക്ഷയ്ക്ക് പോലീസിംഗിൽ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ അംശം എഫർട്ട് പോലും ഇല്ല. നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. ഇപ്പോൾ UK ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സേഫ്റ്റി മാത്രം നോക്കാനായിട്ട്, മറ്റേ പോലീസിംഗ് അല്ല, സേഫ്റ്റി മാത്രം. ഇതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും കൂടുതൽ അധികാരങ്ങളുണ്ട്, റിസോഴ്സസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവേണ്ട കാലം വളരെ വളരെ അതിക്രമിച്ചത്. ഹൈ റൈസ് ബിൽഡിംഗ് അല്ല തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി കൺസ്ട്രക്ഷൻ നമ്മളുടെ കേരളത്തിൽ ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇത്രമാത്രം ആളുകൾ നമ്മൾ ഉയരത്തിൽ താമസിക്കുന്നു. അപ്പോൾ അതിന് പല സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ആവാം, ഗ്യാസ് ഉപയോഗിക്കുന്നതാവാം. കേരളത്തിലെ പർട്ടിക്കുലർ സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ പഴയ നിലത്തുള്ള കുറേ ഹാബിറ്റൊക്കെ ഉണ്ട്. മെഴുകുതിരി എത്തിക്കുക, നിലവിളക്ക് കൊളുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഇതൊന്നും മറ്റുള്ള നാടുകളിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അഡീഷണൽ വൾണറബിലിറ്റി കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ആ ഫ്ലാറ്റിലുള്ളവരും സിസ്റ്റവും പ്രിപ്പയർഡ് ആണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു ഹൈറൈസ് ഫയർ ഫൈറ്റിങ്ങിനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മളുടെ സംവിധാനത്തിനുണ്ടോ? എത്ര നില വരെ എത്താനുള്ള ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ നമ്മളുടെ എറണാകുളത്തെ സംവിധാനത്തിലുണ്ട്? കേരളത്തിൽ ഇപ്പോൾ ഗ്രാമങ്ങളിൽ വരെ ഫ്ലാറ്റുകൾ വരുന്നു. അങ്ങനെ ഗ്രാമങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനം എത്താനുള്ള ഇതായിട്ടുണ്ടോ? ഇത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരം അൺഫോർച്ചുനേറ്റ്ലി നെഗറ്റീവാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണ്ട് യൂസ് ലിഫ്റ്റ് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന ഇതാണ്. പക്ഷെ ഇൻക്രീസിംഗ്ലി കേരളത്തിലെ അപ്പാർട്ട്മെൻറ്റുകളിൽ പ്രായമായ ആളുകൾ, ഡിസബിലിറ്റി ഉള്ള ആളുകൾ, ചെവി കേൾക്കാൻ പറ്റാത്ത ആളുകൾ, ഇവരൊക്കെ ഉള്ളതാണ്. ഇത് എത്ര പേരുണ്ടെന്ന് അപ്പാർട്ട്മെൻറ്റിൽ ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ താഴത്തെ സെക്യൂരിറ്റിയോട് ചോദിക്കാൻ ഈ ബിൽഡിങ്ങിൽ മൊബിലിറ്റി ബുദ്ധിമുട്ടുള്ള എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ ഹി ഡോണ്ട് നോ. അപ്പോൾ എങ്ങനെ മക്കൾ അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ആയിരിക്കും. സോ ഹൂ ഈസ് ഗോയിങ് ടു റെസ്ക്യൂ ദം? ഹൗ ദേ ആർ ഗോയിങ് ടു ബി റെസ്ക്യൂഡ്? അപ്പോൾ ഇതൊന്നും അപകടം ഉണ്ടായിക്കഴിഞ്ഞ് ചിന്തിക്കേണ്ടതല്ല.
ultimately a major accident will happen, some very tragic things will happen, old ആയിട്ടുള്ള ആളുകൾ അവിടെ സ്റ്റക്കായിരുന്നു എന്നെല്ലാം നമ്മൾ കേൾക്കും. ആൻഡ് ദെൻ വിൽ സ്റ്റാർട്ട് ടു തിങ്ക് ഓക്കെ മേ ബി വി ഷുഡ് ഡു സംതിങ്. അതാണ് അതിലൊരു വി ഹാവ് നോ അതർ. ഈ ഗവേണൻസിൻ്റെ ഒരു പ്രശ്നം അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ട്. അതിപ്പോൾ നമ്മൾ ഏത് വിഷയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് പറയാം. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി അതർ ടൂൾ വിച്ച് വി ക്യാൻ യൂസ്. വി നീഡ് a department, and that department we should hope will have competent people and will create guidance and will be not corrupt and so on and so forth. പക്ഷേ അത് നേരെ തിരിച്ചും ചിന്തിക്കാം. നമ്മളൊരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ അവയർനെസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then you create a department that become a bureaucracy, that become an opportunity to make more money. അത് ആ ഒരു പോസിബിലിറ്റി is always there, something which we should always be concerned. പക്ഷേ അത് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം ലോങ് ടൈം ആയിട്ടുള്ള ആവശ്യവും കൂടിയാണല്ലോ. അപ്പോൾ ദാറ്റ് ബാറ്റിൽ വി ഹാവ് ടു കണ്ടിന്യൂ ടു ഫൈറ്റ് റിഗാർഡ്ലെസ്. അബ്സല്യൂട്ട്ലി ആ കോമ്പിറ്റൻസ് ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഗൾഫിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സേഫ്റ്റി ചെയ്യുന്ന ഒരു 50% ആളുകളെങ്കിലും മലയാളികളാണ്. ഈ വർക്കിംഗ് അറ്റ് ഹൈറ്റ്, ഇപ്പോൾ ശ്രീമതി ഉമാ തോമസിനുണ്ടായ സാഹചര്യം, ഒരു സ്കാഫോൾഡിങ് ഉണ്ടാക്കുന്നു. ആ സ്കാഫോൾഡിങ് ഉണ്ടാക്കുന്നതിന് ഗൈഡൻസ് ഉണ്ട്. അത് ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനവും സർട്ടിഫിക്കേഷനും ഉണ്ട്. ആ സർട്ടിഫിക്കേഷനുള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു സ്കാഫോൾഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്പെക്ടറുണ്ട്, അതിന് ട്രെയിനിങ് ഉണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് മുഴുവൻ ചെയ്യുന്ന കോഴ്സ് അനവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട്. ഇത് പഠിച്ച ഒരാൾ പോലും കേരളത്തിൽ ജോലി ചെയ്യുന്നില്ല. ബിക്കോസ് ആ ജോലിക്ക് ഇവിടെ ഡിമാൻഡില്ല. അന്ന് രാവിലെ ജംഗ്ഷനിൽ പോയി വിളിച്ചുകൊണ്ടുവരുന്ന 10-50 ആളുകളാണ് കെട്ടിപ്പൂട്ടി അതിൻ്റെ മീതൊരു റെഡ് കാർപ്പറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then it all looks very elegant and then a tragedy happens and suddenly it's in our mind. അപ്പോൾ അതിൽ 2 ആളുകളെ അറസ്റ്റ് ചെയ്തു. അതോടെ അത് തീർന്നു. അതല്ലല്ലോ എങ്ങനെയാണ് ഉയരങ്ങളിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 1000 ആളുകളുടെ ജീവൻ, 2000 ആളുകളെങ്കിലും അല്ലെങ്കിൽ 5000 ആളുകളെങ്കിലും നടുവൊടിഞ്ഞ് വീടുകളിൽ കിടക്കുന്നുണ്ട്. എവിടെയും 5,000 per year probably. I don't know, there are 50,000 people. നമുക്കെല്ലാം അറിയാവുന്ന ആരെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ്ലി മൈഗ്രൻ്റ് ലേബറാണ്, അതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്ന 2-3 ആളുകളെങ്കിലും ലൈഫ് ടൈം പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് എനിക്കറിയാം. 2018 കഴിഞ്ഞിട്ട് കേരളത്തിലെ സമൂഹം എന്ന രീതിയിൽ സൊസൈറ്റി ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് ഇതുണ്ടോ? റിലേറ്റീവ്ലി ബാക്കി സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ സൊസൈറ്റി എത്രത്തോളം അവയറാണ് ഇങ്ങനെ ഈ ഒരു വളർന്നബിലിറ്റി നാച്ചുറൽ ആണെങ്കിലും അല്ലാത്തത്? കേരളത്തിൽ ഐ തിങ്ക് അവയർനെസ് തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. ഐ തിങ്ക് പീപ്പിൾ ആർ മോർ കൺസേൺഡ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇതിനൊക്കെ പറ്റി തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് അവയർനെസ് ഉണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷനിലേക്ക് എന്തുമാത്രം കൺവേർട്ട് ചെയ്യുമെന്ന് അറിയില്ല. പ്രോബ്ലി യു ഷുഡ് ചെക്ക് ദാറ്റ് ഔട്ട്. അതായത് എത്ര കൂടുതൽ ആളുകൾ ഹോം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കമ്പയർഡ് ടു ബിഫോർ. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇൻഷുറൻസ് ഏജന്റുമാരോട് ചോദിക്കുമ്പോൾ അത് വലിയൊരു നമ്പറല്ല. ഇപ്പോൾ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുകൊണ്ട് ആളുകൾ സേഫായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് വി ആർ ആക്ച്വലി നോട്ട് സീയിങ്. പുഴയുടെ തീരത്തുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ പുഴയുടെ തീരത്ത് ആളുകൾ വീട് വയ്ക്കാതിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ദിസ് ഐ എം നോട്ട് സീയിങ്. അപ്പോൾ ഐ തിങ്ക് പീപ്പിൾ ആർ മോർ അവെയർ, പീപ്പിൾ ഫോളോ. മഴ വരുമ്പോൾ ആളുകൾക്ക് പ്രോബ്ലി ദേ ആർ മോർ അഫ്രൈഡ്. പക്ഷേ മോസ്റ്റ്ലി പീപ്പിൾ ആർ ഹാപ്പി ടു ബ്ലെയിം ദ ഗവൺമെൻറ്. വൈ ദ ഗവൺമെൻറ് ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്? വൈ ഹാസ് ദ ഗവൺമെൻറ് ഡൺ എനിത്തിങ് ഡിഫറെൻറ്റ്? ബട്ട് ഹാവ് വി ഡൺ എനിത്തിങ് ഡിഫറെൻറ്റ് എന്ന് നമ്മൾ അത്രമാത്രം ചോദിച്ചു തുടങ്ങിയിട്ടില്ല.